ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ ഒരു ബിആറും കാര്യങ്ങളൊക്കെയാണ് പുഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇൻട്രോ കാര്യങ്ങൾ എടുക്കാൻ കാരണം നമ്മളെ ഗിൽഡ് കറൻ്റ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇന്നാണ് ലെവൽ 5 ആയത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആകെ ഇപ്പോൾ 7 പേരേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയും പ്ലേയേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ പറ്റുന്ന മാക്സിമം എല്ലാവരും വരിക. ഇതിനകത്ത് ഇപ്പോൾ കറൻ്റ് ഉള്ള എല്ലാ മലയാളീസാണ്. ഫുൾ മലയാളി സ്ക്വാഡായിരിക്കും നമുക്ക് വേണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുന്നത് പറയുന്നത് അതായത് BR-ലും CS-ലും ഡയമണ്ട് ആയിരിക്കണം. അതായത് ഡയമണ്ട് 1 കഴിഞ്ഞിരിക്കണം, ലെവല് 50 എബോ വേണം. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും ജോയിൻ റിക്വസ്റ്റ് ഉണ്ട്. ഓക്കെ, നമ്മളെന്തെങ്കിലും പറ്റുന്നതാണെങ്കിൽ നമ്മൾ കിട്ടും. അത് മാത്രമല്ല, ഇതിനകത്ത് കയറുമ്പോൾ 2 റൂളൂടെ ശ്രദ്ധിക്കണം. ഫസ്റ്റ് നമ്മളെപ്പോഴും ഓൺലൈനിലായിരിക്കണം, എപ്പോഴും അല്ല, മാക്സിമം നല്ലൊരു ഓൺലൈനിലായിട്ട് കളിക്കുക. അത് പിന്നെ നമ്മുടെ ഗിൽഡിൽ, അതായത് ഈ ഗിൽഡിലെ ഏത് പ്ലേയേഴ്സ് വിളിച്ചാലും നിങ്ങൾ മാക്സിമം അവരുമായിട്ട് കളിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ ഗിൽഡിലെ പ്ലേയേഴ്സുമായിട്ട് കളിക്കുക. നമുക്ക് ഗ്ലോറിയൊക്കെ പുഷ് ചെയ്യണം. ഗിൽഡുകാർ സമയത്ത് മിക്ക പ്ലേയേഴ്സ് സ്കോഡായിട്ട് തിരിയണം. ഓക്കെ, അത് നമ്മൾ ഗിൽഡിലും കാര്യങ്ങളും കയറിയ ശേഷം നമ്മൾ ഓരോരുത്തർക്കും ഓരോ സ്കോഡൊക്കെ കൊടുക്കുന്നതായിരിക്കും. നമുക്ക് മാക്സിമം എല്ലാ ഗിൽഡുകാരും പുഷ് ചെയ്ത് കൊല്ലമൊക്കെ കയറണം. അങ്ങനെ കയറുള്ളതാണ്. മാക്സിമം എല്ലാവരും കയറില്ല. ഓക്കെ, അപ്പം നേരെ നമ്മളെ വീഡിയോയിലോട്ട് VR കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ സോളാണ് ഇത് കൊടുക്കുന്നത്. ഓക്കെ, നോക്കണം, മാപ്പ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാപ്പും കാര്യങ്ങളും വരുന്ന സോളാറയാണ്. എനിക്ക് അധികം ഇഷ്ടമല്ലാത്തൊരു മാപ്പാണ്. എന്നാലും നമുക്ക് നേരെ ഇവിടുന്ന് TV ടവറിലാണ്. എല്ലാം നമ്മളവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തെല്ലാം നമ്മൾ ചാടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് TV ടവറിലാണ് പോകേണ്ടത്. അവിടെയാണ് നമ്മൾ എനിമിയാണ് നമുക്ക് അടിച്ചിരുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തുന്ന സമയത്ത് മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ. അപ്പം അതിന് എന്തായാലും നല്ല വ്യൂസ് ലൈക്കില്ല. സന്തോഷമാണ്. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് ലൈക്കോട് സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ താഴേലോട്ട് ഇറങ്ങാം. എന്നിട്ട് നേരെ ഇവിടുന്ന് ലൂട്ടുമായിട്ട് മണ്ടയിലോട്ട് കയറാം. ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന പൊട്ടത്തരായിരിക്കും. ഓക്കെ, എന്നാലും 33 ഇട്ടിട്ടുണ്ട്. ഇത് ലോങ് റേഞ്ചറാണ്. നമുക്കൊരു ഷോർട്ട് റേഞ്ച് കൂടെ വേണം. ഓകാണ്. ഓക്കെ, ഇതിവിടെ M10 ഉണ്ട്. ഓക്കെ, M10 ഉണ്ടയില്ല, ഉണ്ടയാണ്. ഈ M10 M8 ഒക്കെ എടുത്താൽ മെയിൻ ഫേസ് ചെയ്യുന്ന പ്രശ്നം പറയുന്ന ആമോ ഇല്ലാത്തതാണ്. ഓക്കെ, ഇതാണ് വലിയ പാടായിട്ടുള്ള ആമോയും വേണം. ഇനി മണ്ടേ അടിയുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, മണ്ടയിലോട്ടൊന്ന് കയറി ചെന്നു. ഞാൻ ഒരു പൊട്ടൻ തന്നെ. ഓക്കെ, എന്തായാലും ഫസ്റ്റ് നമുക്കൊരു നല്ല ഡാം കൊടുത്തതാണ്. അതിൽ നമുക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് പോയിൻ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവനവിടെ നിന്ന് അങ്ങോട്ടേക്കോട്ട് ഓടാക്കിയുണ്ട്. അവൻ എന്ത് ഇടുന്ന ഒരു അടി ഇട്ടിട്ടുണ്ട്. അവനാണോ അത്? ആണേസ്. ഓക്കെ, അവൻ ആരെയും അടിച്ചിട്ട് അവനെ ലൂട്ട് ചെയ്യുമായിരുന്നെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും ഇവിടെ മെല്ലെ ഇരിക്കാം. അവൻ കയറി വരുമോ ഇല്ലയോ എന്നറിയില്ല. ഓക്കെ, അവൻ അവിടെ നിന്ന് ലൂട്ട് എടുത്തിട്ട് എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. അവൻ്റെ ഫുഡ് സ്റ്റെപ്പ് പോലും നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഓക്കെ, അവിടെ ഒരു അടി നടക്കുന്നുണ്ട്. എനിക്കൊന്ന് ഇപ്പം ലൂട്ട് എടുക്കാൻ വരുന്നില്ല. നമുക്കെന്തായാലും ഇവിടെ മെല്ലെ ഇരിക്കാം. എന്തായാലും അവൻ കയറി വരുമായിരിക്കുമല്ലോ. ഓക്കെ, വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളെ അടിക്കൂ ഗൈസ്. ഓക്കെ, ഗൈസ്, ഞാനൊരു പൊട്ടനായി. വേറെ പ്ലെയർ ഉണ്ടെന്നുള്ള കാര്യം കണ്ട പോലും ഇല്ല. അയ്യോ ഗൈസ്, നമുക്കവിടെ നല്ല റാങ്ക് മൈനസ് കിട്ടുമെന്ന് വിചാരിച്ചു. ബട്ട് പ്ലസ് ആയിരുന്നു. ഓക്കെ, അവൻ കിട്ടിയേ. എന്തായാലും ഗൈസിൻ്റെ ഫസ്റ്റ് വീഡിയോയാണെങ്കിൽ അങ്ങനെയൊന്നും വിട്ടു കൊടുക്കില്ല. എന്നാലും നമുക്ക് ഒരു കളികൂടെ കളിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, ഒരു കളികൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ കളിയെങ്കിലും ജയിക്കണം. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളെ പുതിയ സീസണും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ റാങ്ക് പുഷ് ചെയ്യാൻ പോകാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് നല്ലൊരു സ്കോഡില്ല. ഇപ്പോഴൊക്കെ സ്കോഡില്ല ചെന്ന് കഴിഞ്ഞാൽ നല്ല പണിയാണ്. ഓക്കെ, അതാണ് നമ്മളിപ്പം പോവാത്തത്. അല്ല പിന്നെ നമ്മൾ സീരിയസ് ആയിരുന്നു നോർമലി ഏറ്റവും കൂടുതൽ പുഷ് ചെയ്യാറ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുത്തം മാത്രമേ ഉള്ളൂ. അതാണ് നമ്മളെ ഗിൽഡിലെല്ലാവരും ഓക്കെ ആണ്. മാറുന്നത് മാക്സിമം
അടുത്ത് നമ്മൾ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ മാപ്പും കാര്യങ്ങളും വരുന്ന കലഹരിയാണ്. ഓക്കെ, എന്തായാലും ഈ മാപ്പ് എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളതാണ്. കൂടെ അത്ര ഇല്ലെങ്കിലും ഇഷ്ടമാണ്. എന്തായാലും ഇങ്ങോട്ടിറങ്ങാം. എന്താണ് ഇത് എഴുതിയിട്ടെല്ലാം ഇങ്ങോട്ട് ഇറങ്ങാൻ നമുക്ക് ഇങ്ങോട്ടിറങ്ങാം. പിന്നെ ഒരു ഫ്ലെയർ ഗൺ കിട്ടുമായിരുന്നു. നമുക്ക് ആർസണൽ കയറി എടുക്കാം. ഓക്കെ, അതായിട്ട് 3 പേര് കറണ്ടിൽ ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും അമ്മമാർ അടിയിട്ട് ചാകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയിട്ട് ഓക്കെ പറഞ്ഞ് തീർന്നില്ല. നമുക്കൊരു ഫ്ലെയർ ഗൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ 2 ഷോർട്ട് റേഞ്ചാണ് കയ്യിരിക്കുന്നത്. നമുക്ക് ലോങ് റേഞ്ച് വേണം. ഇവിടെയാണ് ലോങ് റേഞ്ച് നോക്കുന്നില്ല. അല്ലാത്തപ്പോൾ ഏത് സമയം നോക്കിയാലോ ലോങ് റേഞ്ച് കിട്ടിയിട്ടുണ്ട്. ലോങ് എടുക്കുന്നുണ്ട്. കുറച്ച് കുത്തിപ്പിടിയൊക്കെ ആയാലേ ശരിയാവത്തില്ല. അല്ലെല്ലാം കുത്തിപ്പിടിക്കാറാണ് പതിവ്. പ്രത്യേകിച്ചൊന്നുമില്ല. വീഡിയോ എടുക്കുന്നുണ്ട്, ഒരു മാസത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, തറ നോക്കണ എനിമിയൊന്നും കാണാനും കഴിയുന്നില്ല. പയ്യെ ഇറങ്ങാം. ഒരു തന്നെ കണ്ടീസ് അവരങ്ങ് അവിടെ ഇരിക്കുവാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് ലൂട്ടാം. ഓക്കെ, ഇവിടെ എംടനുണ്ട്. ഓക്കെ, എംടൻ എടുക്കാം. അവനെ ഇപ്പം അടിച്ചാൽ ശരിയാവുമോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, നമുക്കൊരു കിട്ടി കിട്ടിയിട്ടുണ്ട്. ഇപ്പം കയറിയാൽ ശരിയാവത്തില്ല. അവിടെ ആയിട്ട് വേറൊരു തന്നെ കണ്ടായിരുന്നു. അവൻ വേണേ അടിച്ച് കയറ്റി. അതാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലാത്തത്. എന്നെ കണ്ടു. അവനെ കൂടെ നമ്മളങ്ങ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് ഒന്ന് അവന്മാർ പറന്നിറങ്ങാൻ നല്ല ചാൻസ് ഉണ്ട്. എനിക്ക് എവിടുന്നൊരു അടി കിട്ടി. തോക്കൊന്ന് സ്വിച്ച് ചെയ്തിട്ട് വേണ്ട തുണ്ട എടുത്ത് ബാക്കോട്ടൊന്ന് വന്നു. അവൻ എവിടാന്ന് ഞാൻ കണ്ടില്ല. എനിക്കൊന്ന് ഞാൻ മണ്ടയ്ക്കായിരിക്കാനാണ് ചാൻസ്. മണ്ടയ്ക്ക് എവിടെയെങ്കിലും ഇല്ലില്ല, എവിടെ ഒളിച്ചിരുന്ന് അടിക്കുകയാണ് കണ്ട പട്ടിയത്. നമുക്ക് ഇതിലെ കൂടെ ഒരു അടി കിട്ടുമല്ലോ. അപ്പം നമുക്കറിയാം ആകെ ചക്കയ്ക്ക് ഹെഡ് കയറി കഴിഞ്ഞാൽ അതിനേക്കാളും വിശ്വസിക്കുള്ളൊരു കാര്യമാണ്. കണ്ട് 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 ഗ്രിനേഡിയങ്ങ് മാറി. ഏതൊരുത്ത നല്ലൊരു ഡാം അടിച്ച് വെച്ചായിരുന്നു. അങ്ങനെ നല്ലൊരു ഡാം. ഞാൻ ഇത് വെച്ചിട്ടൊരു 67 കണ്ടാന്ന്. 67 ഒരു അടി കൊടുത്തപ്പോഴത്തേക്ക് അവൻ്റെ കില്ല് നമുക്ക് അങ്ങ് നോക്കി. എനിമിയോട് എനിക്ക് എന്നൊരു കടപ്പാട് കാണും. ഇനി എനിക്കൊന്ന് ചത്ത അങ്ങനെ മൈനസ് വരത്തില്ലെന്ന് തോന്നുന്നു. ഇതിൽ കൂടെ കാര്യം മണ്ടയ്ക്കാറ് സത്യം പറയല്ലേ. CS-ൽ കലഹരിയൊക്കെ കിട്ടിയിട്ട് ഈ ഒരു മാപ്പ് കിട്ടിയിട്ട് കുറേ ഇതായി. ഓക്കെ, ഞാൻ ഒരു ദിവസം ഇല്ലാണ്ടായിപ്പോയി. ഓരോരുത്തരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായാലും ആരായാലും ഒന്ന് പെട്ടെന്നൊന്ന് അകമ്പതിച്ചു. ഞാൻ വേറൊരു തന്നെ തറ കണ്ടു. അവനെ നോക്കി വരുന്ന വഴിക്കാണ് ഇവനെനിക്ക് മിസ്സായത്. തോയ്ക്കുന്നത്. ഓക്കെ, അവനെ നമ്മൾ ഡാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിൽ കൂടെ ഇറങ്ങാം. സൈഡിൽ കൂടെ ചെന്നിട്ട് സൈഡിൽ കൂടെ ഞോണ്ടി കൊടുക്കാം. നമ്മൾ സൈഡിൽ കൂടെ ചെന്ന് അവനെ മുഴുവിന് ഒരടി കൊടുക്കുമ്പോഴത്തേക്ക് ചെറുക്കാം മുതുവിന് 1 പറഞ്ഞിട്ട് നമ്മൾ 3 അടി കൊടുത്തു. അത് നിങ്ങൾ മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. നമുക്കിനി പോയി ആർസണൽ അങ്ങ് ലൂട്ടാം. എന്തായാലും ഇവിടെ ഇറങ്ങിയ നല്ലൊരു കാര്യം. 6 അടിയിട്ട് ചത്തതും ഇല്ല, മര്യാദയ്ക്ക് കളിക്കാനും പറ്റി. അല്ലെങ്കിൽ നിങ്ങളെ മുന്നേ നാണം കെട്ടാനും സത്യം പറയല്ലോ ഗയ്സ്. ഓക്കെ, നമുക്കിനി ചുമ്മാ പുതിയ ഫാൻ ഇരിക്കട്ട്. ഓക്കെ, നമുക്കിവിടെ അതെ എവിടെ ആയിരുന്നു ആർസണൽ. ഓക്കെ, ആർസണൽ പോയി തുറക്കാം. തോക്ക് വെച്ച് തുറക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. അതായത് നമുക്കൊരു ഗ്ലൈഡർ ഇട്ടായിരുന്നേ അത് ഉപയോഗിച്ചെങ്കിലും പോവായിരുന്നു. ഓക്കെ, അവിടെ ആയിട്ടൊരു ഗ്ലൂ കിടക്കുന്നു. തുറക്കാൻ പറ്റും. പക്ഷേ അലാറം ഭയങ്കര വിഷയമാവുന്ന ഇവിടെ എന്തൊക്കെയാ. 25 ലെവൽ 1 ആണ്. M10 AWM. സത്യം പറയാം, ഈ സ്നൈപ്പർ പ്ലേയേഴ്സിനൊക്കെ ഈ ആർസണലിൽ ചില സമയം നല്ലൊരു ഉപകാരം ചെയ്യും.
ഒരു കാര്യമാണ്. അതിന് മണ്ടക്കാണ് കിടച്ചി. മരത്തിൻ്റെ ബാക്കി കവർ എടുക്കും. അയ്യ ഞാനൊരു ന്യൂബനാണ് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. പട്ടിക്കളിയായിരുന്നു. എനിക്ക് ഇവനെ അടിച്ചിടണമെന്നുണ്ടായിരുന്നു, എന്തായാലും അത് നടന്നില്ല. അപ്പോൾ ശരി എല്ലാവർക്കും ബൈ. പിന്നെ ഞങ്ങൾ ഗിൽഡിൽ കയറാൻ മറക്കല്ലേ.